റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് ഒരു മാധ്യമപ്രവർത്തകയുടെ യാതൊരു യോഗ്യതയും ഇല്ലാത്തവളാണ് എന്ന് പച്ചക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരൊരമ്മയാണോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ആണെങ്കിൽ ഒരു മാതൃഹൃദയം അവർക്കില്ല എന്ന് തീർത്തു പറയേണ്ടി വരും. ഞാനിത് വെറുതെ പറയില്ല. ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്റേഴ്സ് അവറിൽ അവർ വിളിച്ചു പറഞ്ഞ വൃത്തികേടുകൾ സാധാരണഗതിയിൽ ഒരമ്മക്ക് പറയാൻ പറ്റും. മറ്റൊരമ്മയെക്കുറിച്ചാണ്, നിരവധി അമ്മമാരെക്കുറിച്ചാണ് അവർ ഈ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞത്. അവരൊക്കെ നാടകം അഭിനയിക്കാന്നാണ് പറഞ്ഞത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്ററുടെ അടുത്തേക്ക് അവർ പോയത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അവർ പോയത് ഈ സമയത്ത്. അതാണ് ഈ പരുത്തിക്കാടിനെ വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. മന്ത്രി രാജൻ മിനിസ്റ്ററും ആ വയനാടിന്റെ ദുരന്തം അനുഭവിച്ചവരും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. വാക്കുകളിൽ ഒതുക്കി തീർക്കാൻ കഴിയുന്നതല്ലത്. ദുരന്തം നടന്ന ദിവസം അവിടെ ഓടിയെത്തിയ വെറുമൊരു മന്ത്രിയായിരുന്നില്ല അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ മാസത്തിലും അദ്ദേഹം അവിടെ എത്താറുണ്ട്. ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൃത്യമായി ഓരോ വീട്ടിലും 600 രൂപയുടെ വേതനം കൊടുക്കുക, 6000 രൂപ മാസത്തിൽ അവർക്ക് ഭക്ഷണ അലവൻസ് കൊടുക്കുക, ഇങ്ങനെ ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം അവിടെ ചെയ്തിരുന്നത്. അവിടെയുള്ള ആളുകളുമായിട്ടുള്ള വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടെയുള്ള ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കാൻ സഖാവിന് അറിയാമായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ദുഃഖം വളരെ അടുത്തറിഞ്ഞ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹവുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചില വീട്ടമ്മമാർ രാജൻ മിനിസ്റ്ററെ കാണാൻ പോയത്. ശേഷം അവർ അദ്ദേഹത്തോട് വിട പറഞ്ഞു പോകുന്ന രംഗം കണ്ണീരോടെയാണ് മനസ്സുള്ള എല്ലാ മനുഷ്യരും കണ്ടിട്ടുള്ളത്. ഇറങ്ങിപ്പോകാൻ നേരത്തെ ഒരു അമ്മ സഖാവിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അവരൊന്ന് കെട്ടിപ്പിടിച്ച് മന്ത്രിയുടെ ചെവിയിൽ പറയുന്നുണ്ട്, മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് എന്റെ മക്കളെ കാണാൻ ഒന്ന് വരികയില്ലേ? അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരുടെ 3 മക്കളും ജീവിച്ചിരിപ്പില്ല. മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന തന്റെ മക്കളെ കാണാൻ വരികില്ല എന്ന് ഒരു മന്ത്രിയോട് ഒരമ്മ ചോദിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന് എത്ര ആഴമുണ്ടാവും? അത് തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു സ്ത്രീക്ക് മാതൃഹൃദയമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകില്ലേ? ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ അവരുടെ ഈ പരാമർശത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി. രാജൻ മിനിസ്റ്ററെ കാണാൻ വന്ന 3 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മ കണ്ണീരോടെ ഇന്നലെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു, ഞാൻ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ അതേ പരിപാടി തുടങ്ങുമ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇന്നലെ ഈ പരുത്തിക്കാട് പറഞ്ഞതിൽ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു മാപ്പ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഒരു ഖേദപ്രകടനമെങ്കിലും നടത്തും എന്നായിരുന്നു കരുതിയിരുന്നത്. ഇന്നവർ പറഞ്ഞതെന്താണ്? ഞാൻ അമ്മയെ വിളിച്ചു, ഏത് ഈ നാടകം അഭിനയിച്ചു എന്ന് പറഞ്ഞ അമ്മയെ വിളിച്ചു. അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വേറെ കുറെ ആളുകൾ എനിക്ക് നേരെ തെറി പറയുകയാണ്, അവരോട് എനിക്ക് പുച്ഛമാണ്. പിന്നീട് കുറെ ഇന്നലത്തെ ബാക്കി മനസ്സിൽ എന്തൊക്കെയോ അവശേഷിച്ചതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് പരുത്തിക്കാടിനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മാപ്പും കോപ്പും ഒന്നും ഈ നാടിന് വേണ്ട, ആ അമ്മക്കും വേണ്ട. നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങളെന്തൊരു വലിയ സംഭവമാണെന്ന് കരുതി ധിക്കാരത്തിന്റെ ഭാഷ പറയുന്ന അഹങ്കാരിയായി തുടരുകയാണ്. ഇവരെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് റിപ്പോർട്ടർ ചാനലിനും ഗുണം ചെയ്യില്ല എന്നാണ് അഭിപ്രായം. കഴിയുമെങ്കിൽ നമ്മൾ ഇവരെ കേൾക്കാതിരിക്കുക, ഇവരെ കാണാതിരിക്കുക. അതായിരിക്കും നമ്മുടെ ഭാഷ മോശമാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പരുത്തിക്കാടിനോട് ഒന്നുകൂടി പറയുന്നു, നിങ്ങളെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഈ നാടിനുണ്ട്. ശവം തൂക്കികളായ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു നേതാവുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ ഈ തെറിച്ച നാവ് ഇതുവരെ ഉയർന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയം പറയാം, പക്ഷേ
എല്ലാം നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട വയനാടിന്റെ അമ്മമാരെ കുറിച്ച് ഇനിയൊരു അക്ഷരം പറഞ്ഞാൽ അത് ഈ കേരളം സഹിക്കില്ല. ഓർക്കുന്നത് നന്ന്.